ഈ ബി ഗോപാലകൃഷ്ണൻ ഇന്നലെ മോദി സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ മുദ്രാവാക്യങ്ങൾ മറന്നേക്കും. പക്ഷേ ഇന്നർ മണിപ്പൂരിലെ കോൺഗ്രസ് എം പി ബിമോൽ അഖോയ് ജാം താങ്കൾ കേട്ടുണ്ടാകണം, എന്തൊരു പൊട്ടിത്തെറിയായിരുന്നു അവിടെ പിന്നിപ്പറഞ്ഞ ഭൂമിയെക്കുറിച്ച്, 60,000-ഓളം വീട് നഷ്ടപ്പെട്ടവരെക്കുറിച്ച്, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെക്കുറിച്ച്, കൊലകളെക്കുറിച്ച്, കൊള്ളുവെപ്പുകളെക്കുറിച്ച് അനുഭവങ്ങളിൽ അദ്ദേഹം കരഞ്ഞില്ല എന്നുള്ള ആഞ്ഞടിക്കായിരുന്നു. യഥാർത്ഥത്തിൽ മോദി ഇന്ന് അതിന് കൃത്യമായി മറുപടി പറയാൻ നിർബന്ധിതമായതല്ലേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഇനി പഴയ പോലെ അവഗണിച്ചു പോകാൻ കഴിയില്ലെന്ന ബോധ്യമാണെങ്കിൽ നല്ല ബോധ്യമാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. എൻ്റെ ആഷ്മി, നിങ്ങൾ കൊല്ലം കുറേ ആയില്ലേ നരേന്ദ്രമോദിയുടെ മെക്കെട്ട് കയറാൻ തുടങ്ങിയിട്ട്? അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. അത് നരേന്ദ്രമോദിജി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും നിങ്ങളുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ബി ജെ പിയെ നയിച്ച് അദ്ദേഹം ബി ജെ പിക്ക് മഹാഭൂരിപക്ഷം മേടിക്കൊടുത്തപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ സമീപകാലത്ത് ഇല്ലാത്ത വണ്ണം, അല്ലെങ്കിൽ നെഹ്റു ഒഴിച്ച് ബാക്കി ആർക്കും കിട്ടാത്ത ആ ഒരു അംഗീകാരം രണ്ടാം തവണയും മൂന്നാം തവണയും ബി ജെ പി മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും ഹാഷ്മി, താങ്കൾക്കോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കോ വലിയ മാറ്റമൊന്നുമില്ല. നരേന്ദ്രമോദിയെ ആക്രമിക്കുക, നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുക, ദാ വരുന്നേ ഫാസിസം എന്ന് വിളിച്ചു കൂവി ഓടി രക്ഷപ്പെടുക, ഇതൊക്കെ കൊല്ലം കുറേയായി നടക്കുന്നു. ഇപ്പം നിങ്ങൾ പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞു മണിപ്പൂരിനെ പറ്റി മിണ്ടിയില്ല. ഇന്ന് മണിപ്പൂരിനെ പറ്റി പറഞ്ഞപ്പോൾ ദാ മണിപ്പൂരിനെ പറ്റി പറഞ്ഞു, കുറച്ചേ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് സൗകര്യമുള്ള അത്ര പറയും. മണിപ്പൂരിനെ കുറിച്ച് പറയണോ വേണ്ടയോ എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കും. അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് പറയേണ്ട പറയും, പറയേണ്ട കാര്യം പറ്റില്ല. പ്രതിപക്ഷം മറുപടി പറയിപ്പിക്കും. അതിന്ന് രാജ്യസഭയിൽ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ ഈ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് വാക്ക് മിണ്ടിക്കാൻ, ഇല്ല മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയെ ആവാഹനക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ അവർക്ക് അവിശ്വാസ പ്രമേയം അടക്കം സഭയിൽ കൊണ്ടുവരേണ്ടി വന്നു. ആ വാക്കിൽ എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കാൻ ഇന്നും ഒരു അവിശ്വാസ പ്രമേയം ഇല്ലാതെ സഭയിൽ ഏതാണ്ട് ഡീറ്റെയിൽ ആയി തന്നെ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ ഇനി അങ്ങനെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ പറയും എന്ന ധാർഷ്ട്യം പറ്റില്ല. അതുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ ഇന്നത് പറയല്ലേ അങ്ങ്? ഒന്നുമില്ലാന്ന്. ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ, ബി ജെ പി സഖ്യകക്ഷിയാണെങ്കിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ അദ്ദേഹം പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറയും. അതിനകത്ത് അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഇല്ല. ഞാൻ കുറേ നാളായല്ലോ നിങ്ങൾ ഈ മണിപ്പൂർ എന്താ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ബി ജെ പിക്ക് ഒരു വിരുദ്ധത മണിപ്പൂരിലെന്താ? 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്തുണ്ട് ഈ മണിപ്പൂരിലെ പ്രശ്നം. 1919 ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് മണിപ്പൂരിലെ പ്രശ്നം. എത്രയോ കലാപങ്ങൾ മണിപ്പൂരിലുണ്ടായി. ഞാനിപ്പോൾ ഇവിടെ വെച്ചത് താങ്കൾ എന്തായാലും ഇതിന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുക, ഈ മണിപ്പൂരിലെ ഈ അക്രമത്തിൻ്റെ പിന്നിൽ ഈ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 9 വർഷമായി മണിപ്പൂരിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് 1947 ശേഷം മണിപ്പൂരിൽ ഏറെ കലാപങ്ങൾ ഏറെ കാലഘട്ടത്തിലുണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് ചൂണ്ടിക്കാണിച്ചു. 10 വർഷം രാഷ്ട്രപതി ഭരണമുണ്ടായി. 1993 48 നിരവധി വർഷങ്ങളിൽ മണിപ്പൂരിൽ കലാപങ്ങളുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. നീണ്ട കലാപം 8-9 മാസം നീണ്ടു നിന്നു. അന്നൊന്നും കേരളത്തിൽ താങ്കൾ മാധ്യമപ്രവർത്തകനായിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി ആഷ്മി? എൻ്റെ ഒരു ചുരുങ്ങിയ അളവ് വെച്ചിട്ട് ഒരു 10-25 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ 10-25 കൊല്ലത്തിൽ ഈ 2020 എത്രയായിട്ടുണ്ടാവും എനിക്കറിയില്ല. എന്തായാലും താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ 13 താങ്കളുടെ 24 എൻ്റെയും താങ്കളുടെയും എല്ലാം പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറുണ്ടല്ലോ, അദ്ദേഹം മാധ്യമപ്രവർത്തകനായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കി, എന്നെങ്കിലും ഒരു ദിവസം ഇന്നത്തെ പോലെ, ഞാൻ വസ്തുനിഷ്ഠമായി ചോദിക്കുക, ഇന്നത്തെ പോലെ മണിപ്പൂർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? 1993 മണിപ്പൂർ ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്താ? ഇപ്പം ചർച്ച ചെയ്യപ്പെടാൻ കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവനും വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇംഫാലിൽ നിന്ന് തായ്ലാൻഡിലേക്ക് ഒരു കോറിഡോർ ഏതാണ്ട് പണി കഴിഞ്ഞു. ആ കോറിഡോറിൻ്റെ പണിയടക്കം ഇന്നുവരെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എത്താത്ത എല്ലാ സൗകര്യങ്ങളും
എയർപോർട്ട് അടക്കം റെയിൽവേ ട്രാക്ക് അടക്കം പല പല സൗകര്യങ്ങളും നോർത്ത് ഈസ്റ്റിൽ വന്നപ്പോൾ ഈസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളിൽ കലാപമുണ്ടാക്കാൻ സമീപ രാഷ്ട്രങ്ങൾ ശ്രമിച്ചു. അതിലെ പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന. ആ രാജ്യത്തെ ചൈന ഈ മണിപ്പൂരടക്കം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമല്ലേ? ഞാനതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ നോർത്ത് ഈസ്റ്റ് മുഴുവനും BJPയുടെ കയ്യിൽ വന്നു. ക്രൈസ്തവ ശക്തികൾ ഭൂരിപക്ഷമുള്ള, ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷമുള്ള നാഗാലാൻഡ് അടക്കം, മിസോറാം അടക്കം, അരുണാചൽ പ്രദേശ് അടക്കം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ഗോവയിൽ അധികാരത്തിൽ വന്നു. ക്രൈസ്തവ ശക്തികൾ അതിശക്തമായ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ BJP അധികാരത്തിൽ വരുന്നത് കണ്ട് സഹിക്കാൻ ചൈനയായിരുന്നു അതിന്റെ പിന്നിലെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അത് ആധികാരികമായി രാജ്യസഭയിൽ പറയാൻ കഴിയുക. അതിന് ആധാരമായ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് ആധാരമായ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി രാജ്യസഭയിൽ ഉത്തരവാദിത്തോടെ പറയാം. അദ്ദേഹം അത് പറഞ്ഞില്ല. രണ്ടാമത് ഇന്ത്യ സഖ്യമാണ് അതിന്റെ പിന്നിൽ എന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ താങ്കൾ പറഞ്ഞെങ്കിൽ അതിനും ആധികാരികമായ തെളിവുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാജ്യസഭയിൽ പറയാം. അപ്പൊ ചുമ്മാ ആകാശത്തേക്ക് വെടിവെക്കലാണ്. ഇനി താങ്കൾ ഇന്ത്യ സഖ്യം അതിൽ ആരോപിക്കുകയാണെങ്കിൽ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ ഇന്ത്യ സഖ്യത്തിന്റെ പങ്ക് അതിൽ ആരോപിക്കുകയാണെങ്കിൽ RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ ആരോപിക്കുന്നത് അവിടെ ക്രൈസ്തവ ചർച്ചിന്റെ പങ്കാണ്. അവർ തിരുത്തിയിട്ടില്ല. ബി ഗോപാലകൃഷ്ണൻ, ഞാൻ കഴിഞ്ഞോ എന്നാ ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. അവിടെ ഞാൻ ചോദിക്കുന്നതിനും താങ്കൾ ഉത്തരം പറയണം. ഞാൻ ആധികാരികമായിട്ടുള്ള തെളിവുകൾ എന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കേട്ടിട്ട് സംസാരിക്കുക. ഞാൻ പറയുന്നത് ഒരു ലോജിക്കൽ പോയിൻ്റാണ്. അതായത് ക്രൈസ്തവ മേഖല, നിങ്ങൾ അവിടെ നിന്ന് ചാടിപ്പോവല്ലേ, ക്രൈസ്തവ മേഖലകളിൽ, ക്രൈസ്തവ സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ശക്തിയുള്ള കേരളത്തിലെ കർദിനാൾമാരും ബിഷപ്പുമാരും എല്ലാം BJPയുമായി ബന്ധപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ മണിപ്പൂർ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടത്. അതെന്തുകൊണ്ടാണ്? അത് ബോധപൂർവം BJPയെ ഈ മൈനോറിറ്റി എതിർക്കുന്ന, മൈനോറിറ്റിയുടെ ശത്രുവാണ് എന്ന് ബോധപൂർവം കൊണ്ടുവന്ന് ക്രൈസ്തവ ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ ബോധപൂർവമായ ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖപത്രത്തിൽ മണിപ്പൂർ ബാക്ക്ഡ് ബൈ ചർച്ചസ് ആൻഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ST ഡിമാൻഡ് ഓഫ് മെയ്തേ കമ്മ്യൂണിറ്റി ടേൺ വയലന്റ് ഇപ്പോഴും കിടപ്പാണ്. അവിടെ ക്രൈസ്തവ ചർച്ചുകൾ ആസൂത്രണം ചെയ്തുണ്ടാക്കിയ കലാപമാണെന്ന് RSS പറഞ്ഞ് ഇപ്പോഴും കിടപ്പാണ് സർ ഓർഗനൈസറിൽ. പറയട്ടെ, താങ്കൾ പറയാണോ ഇന്ത്യ സഖ്യമാണ് പിന്നിൽ? ഞാൻ വളരെ ഞാനെന്ന് പറയട്ടെ, ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ബഹളം വെക്കണ്ട. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ, എൻ്റെ പോയിന്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് കേരളത്തിൽ മണിപ്പൂർ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടു? അപ്പം മണിപ്പൂർ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ, ക്രൈസ്തവ സഹോദരങ്ങളുമായി BJP ബന്ധപ്പെടാതിരിക്കാൻ, അവരുമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാതിരിക്കാൻ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ക്രൈസ്തവതയാണ് അതിന്റെ കലാപത്തിന് പിന്നിൽ RSS പറഞ്ഞതാണ് ഞാൻ പിന്നെ ആവർത്തിക്കുന്നത്. ആ ക്രൈസ്തവ ചർച്ചാണ് ആ കലാപത്തിന് പിന്നിൽ എന്ന് അങ്ങയുടെ മാതൃസംഘടന RSS പറയുന്നു എന്ന് ഞാൻ പിന്നെ പറയുകയാണ് രേഖാപരമായ തെളിവുമായി. അങ്ങെന്താണ് അതിനെക്കുറിച്ച് ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ ഒഴിയുന്നില്ല, ഞാൻ പറയുകയാണെന്ന്. നിങ്ങളൊന്ന് ശാന്തമായി ഒരു മിനിറ്റ് എനിക്കൊന്ന് അനുവദിച്ചതാപ്പാ. ഇതെന്തൊരു കഷ്ടമായത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ മണിപ്പൂരിനെ കുറിച്ച് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണത്തിൻ്റെ പിന്നിൽ കാതലായ ഒരു വിഷയമുണ്ട്. ആ കാതലായ വിഷയം ഇന്ത്യയെ തകർക്കുക എന്ന വിദേശ ശക്തികളുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തും ഈ ദേശത്തും നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ട്രൈബൽ ഗ്രൂപ്പാണ്. നിങ്ങളിപ്പോൾ RSSൻ്റെ മുഖപത്രം, RSSന് ഓർഗനൈസർ എന്ന് പറയുന്നത് RSSൻ്റെ മുഖപത്രമാണോ എന്ന് ചോദിച്ചാൽ RSSൻ്റെ മുഖപത്രമല്ല. RSS കേസരി RSSൻ്റെ മുഖപത്രമാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കേസരിയിൽ RSSൻ്റെ സ്വാധീനത്തിൽ ധാരാളം ലേഖനങ്ങൾ വരും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എഴുതിയിട്ട് ഒരു ലേഖനമുണ്ട്. ആ ലേഖനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നെഹ്റുവിനെ ഗാന്ധിയെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ ഉന്നം തെറ്റിപ്പോയി നാഥുറാം ഗോഡ്സെക്ക് എന്നെഴുതിയ ആളാണ് ഞാൻ. അത് RSSന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്ന് ആ മാസിക പ്രസിദ്ധീകരിച്ചിരുന്ന ആ ലേഖനം പ്രസിദ്ധീകരിച്ച അന്നത്തെ ചീഫ് എഡിറ്ററെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. എനിക്കെതിരായിട്ടല്ല, മാസികയുടെ ചീഫ് എഡിറ്ററെ മാറ്റി. ഞാനൊന്ന്
ഞാനൊന്ന് മണിപ്പൂർ പറയട്ടെ. ബാക്ക്ഡ് ബൈ ഞാന് ചർച്ചസ് ഞാന് ആൻഡ് ഞാനൊന്ന് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് പറയട്ടെ. എന്ന് പറഞ്ഞാൽ മണിപ്പൂർ ലേഖനങ്ങൾ- കലാപത്തിന്റെ പിന്നിൽ ക്രൈസ്തവ ചർച്ചാണ് മിസ്റ്റർ- എന്ന ഈ വർഗീയ പരാമർശത്തിൽ ലേഖനം വന്ന ഞാനൊന്ന് ഓർഗനൈസറിന്റെ പറയട്ടെ. ഒരു എഡിറ്ററെ മാറ്റിയിട്ടില്ല. ഞാൻ പറയണ മുമ്പ് കേൾക്കും മിസ്റ്റർ, നിങ്ങളൊന്ന് തൊള്ളയിടാതെ. കുറച്ച് നേരമായില്ലേ പറയണം, ഞാനൊന്ന് പറയാൻ. ഞാൻ പറഞ്ഞല്ലോ അത് അവിടെ കിടക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഓർഗനൈസറിൽ പല ആളുകളും എഴുതും, പക്ഷേ RSSന്റെ സർസംഘചാലക് കഴിഞ്ഞ ദിവസം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് നിങ്ങൾ പറഞ്ഞതല്ലേ? അത് നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതാണെന്ന് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതല്ലേ? പിന്നെ വീണ്ടും വീണ്ടും RSSന്റെ പേര് പറയുന്നത്. അല്ല, നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചാൽ താങ്കൾ സമ്മതിച്ചാൽ ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് ഗോത്രവർഗം നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചാണ് താങ്കൾ സംസാരിച്ചാൽ ഓക്കെ. നിങ്ങളാ പറഞ്ഞത് അത് നരേന്ദ്രമോദിക്കെതിരാ. നരേന്ദ്രമോദിക്കെതിരാണെന്ന് 24 ആണ് പറഞ്ഞുണ്ടാക്കിയത്, ഞാനല്ല. ഇവിടുത്തെ മാധ്യമങ്ങളാണ് പറഞ്ഞത്. അതാ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. RSSന്റെ സർസംഘചാലക് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് പല പ്രാവശ്യം ചോദിച്ചവരല്ലേ നിങ്ങൾ? എന്നിട്ട് ഒരു ദിവസം RSSന്റെ മുഖപത്രത്തിൽ അത് വന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ? നിങ്ങൾ ഓർഗനൈസർ എഴുന്നള്ളിച്ചതാ, ഞാൻ പറഞ്ഞാണോ? മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗം. RSS എഴുന്നള്ളിക്കുന്നതാണേ. അത് തിരുത്തിയിട്ടുണ്ടോ ഇതുവരെ? ഗോത്രവർഗം ആ ഓർഗനൈസർ ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ? RSS ഭരണഘടനയുടെ കാര്യത്തിൽ, റിസർവേഷന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കും. മിസ്റ്റർ ഹാഷ്മി, മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അത് മതപരമായ സംഘർഷമല്ല, അത് ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമല്ല എന്ന് ഇവിടുത്തെ ജാക്കോബൈറ്റ്സിന്റെ നേതാവ് പറഞ്ഞില്ലേ? ഇവിടുത്തെ ബിഷപ്പ് പറഞ്ഞില്ലേ? മഹാരാഷ്ട്രയിലെ ബിഷപ്പ് പറഞ്ഞില്ലേ? മിസോറാമുമായി ബന്ധപ്പെട്ട, മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള കർദിനാൾ പറഞ്ഞില്ലേ? ബിഷപ്പ് പറഞ്ഞില്ലേ? അതൊന്നും നിങ്ങൾക്കും അറിയണ്ട. ഓർഗനൈസറിൽ ഒരു ലേഖനമാണ്, അത് മാത്രമേ നിങ്ങൾ പറയുള്ളൂ. മണിപ്പൂരിൽ നടന്നത് ട്രൈബൽ കലാപമാണ്. 1947 മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. ശരി ശരി, ഓക്കെ ഓക്കെ സാർ. അങ്ങ് ഓർഗനൈസറിനെ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാധകമല്ല. അല്ല, ഓർഗനൈസർ ലേഖനത്തെ ബി ഗോപാലകൃഷ്ണൻ തള്ളി പറഞ്ഞാൽ എനിക്കതിൽ വാദമില്ല. അല്ല, ഞാൻ പറഞ്ഞത് സാർ, ഓർഗനൈസറിൽ വന്നൊരു ലേഖനം നിങ്ങൾക്ക് ബാധകമാണോ? നിങ്ങൾക്ക് ബാധകമാണോ? മതാധ്യക്ഷൻ ക്രൈസ്തവ ബി ഗോപാലകൃഷ്ണൻ ഓർഗനൈസർ എന്ന RSSന്റെ മുഖമാസികയിൽ വന്നൊരു ലേഖനത്തെ RSS പ്രവർത്തകനായ ബി ഗോപാലകൃഷ്ണൻ നിരാകരിച്ചാൽ എനിക്കതിൽ വാദമില്ല. ഓക്കെ, മാറ്റി അല്ല, എന്റെ ചോദ്യം വളരെ കൃത്യമാണല്ലോ. കഴിഞ്ഞ ദിവസമാണല്ലോ RSSന്റെ സർസംഘചാലക് മണിപ്പൂരിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. വിഴുങ്ങുന്നതിന് കഴിഞ്ഞ ദിവസമാണല്ലോ മതമേലധ്യക്ഷന്മാർ ഇവിടെ പറഞ്ഞത്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞത് അവിടെ ട്രൈബലാണ്, അവിടെ നടക്കുന്നത് ട്രൈബലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അത് മാത്രം പറയില്ല. നിങ്ങളത് ഹിന്ദു ക്രൈസ്തവ യുദ്ധമായി പ്രഖ്യാപിക്കും. ഹിന്ദുക്കളുടെ മുഴുവനും അവകാശം BJPക്ക് ഇല്ലെന്ന്. അല്ല, ഹിന്ദുക്കളുടെ മുഴുവൻ അവകാശം BJPക്ക് ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്താ പിന്നെ മണിപ്പൂരിൽ നടക്കുന്ന കലാപം വേറെ ഹിന്ദുക്കളായിരിക്കും? അതിന് ഞങ്ങളുടെ തലയെ കൊണ്ട് വെക്കണേ. ഹിന്ദുക്കളുടെ മുഴുവൻ അവകാശം നിങ്ങൾക്കില്ല. ഞങ്ങളുടെ തലയെ കൊണ്ട് വെക്കണം. പിന്നെ ഞങ്ങളുടെ തലയെ കൊണ്ട് വെക്കണ്ട. ഇന്ത്യയിൽ കലാപങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടായത് കോൺഗ്രസുകാരുടെ കാലത്താണ്. പോയി ചരിത്രം പരിശോധിക്കുക. കാലത്തല്ല. 9 വർഷം മണിപ്പൂരിൽ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടുണ്ടായി? ശരി, രാജു പി നായർ അതുപോയി ആദ്യം പോയ കാലത്തെ